ഇപ്പോൾ ബിഗ് ബോസ് ലൈവില് ബ്ലൈൻഡ്സ് ഇട്ടിരിക്കുകയാണ്, എല്ലാവരും പുറത്തിരിക്കുകയാണ്. കാരണം നമ്മുടെ ശിവാംഗിയുടെ ഒരു ഗാനമേളയുണ്ട് അകത്ത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് സ്പ്ലിറ്റ് ചെയ്ത് കുറേ പേര് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ ഒരു വലിയ പ്രഡിക്ഷൻ നടക്കുന്നു. ആ പ്രഡിക്ഷൻ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കുന്നത് ഒന്നീലാണ്. ഇത് പറയുന്നത് നൂറയോടും നെവിനോടുമാണ്. അടുത്ത് സരിക, കലാഭവൻ സരികയും ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഒരു ടോക്ക് മാത്രമല്ല, മറ്റ് പല സംസാരങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇപ്പൊ ലൈവിൽ നടന്ന ആ സംസാരങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അവിടെ നൂറ തനിച്ചാണ് അന്നേരം തൊട്ടേ ഇരിക്കുന്നത്. അപ്പൊ നൂറയുടെ അടുത്ത് വന്നിട്ട് കംപ്ലീറ്റ്ലി സരിക നൂറയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. കുഴപ്പമില്ല, ആദിൽ ഔട്ടായതല്ലേ, അപ്പോ ഒറ്റയ്ക്ക് നൂറയ്ക്ക് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, സപ്പോർട്ട് ചെയ്തോട്ടെ, സരിക കൂടെ ഇരുന്നോട്ടെ. പക്ഷെ സരികയ്ക്ക് വന്ന അന്നേരം തൊട്ടേ ഈ പറയുന്ന പുറത്തെ കാര്യങ്ങൾ പറയാനുള്ള ഒരു വ്യഗ്രതയും ആവേശവും എല്ലാം ഉണ്ട്. അതിന്റെ ഒപ്പം സരികയ്ക്ക് തുടക്കം തന്നെ എവിക്റ്റായി പോയതിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതിൻ്റെയും കൂടെ അനുമോളുടെ PR അനുമോൾക്ക് കപ്പ് വാങ്ങിച്ചു കൊടുക്കുമോ എന്ന പേടിയുമുണ്ട്. എന്നാൽ ഒന്നീല് നമ്മൾ എല്ലാവരും പറഞ്ഞു, നമ്മൾ പക്ഷെ ഒന്നീലിനെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അബി, ഒന്നീല് ഇവരൊക്കെ ഒന്നുമില്ലെങ്കിലും കുറച്ച് അന്തസ്സായിട്ടാണ് ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത്. ഇവരാരും തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നില്ല, അല്ലെങ്കിൽ അനുമോളെ ടാർഗറ്റ് ചെയ്തൊന്നും പറയുന്നില്ല. കഴിഞ്ഞത് കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒന്നീല് അനുമോളെ ടാർഗറ്റ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. നൂറയോട് പറഞ്ഞു കൊടുക്കുന്നത് വളരെ രഹസ്യമായിട്ട് കുറച്ച് ആംഗ്യങ്ങളിലൂടെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് അനീഷിനാണ് കപ്പ് കിട്ടാൻ പോകുന്ന 1-ാം സ്ഥാനം അനീഷ്. രണ്ടാമത് നൂറയാണ് 2-ാം സ്ഥാനം. 3-ാം സ്ഥാനം ഷാനവാസിനല്ലേ പറഞ്ഞത്, 3-ാം സ്ഥാനം ഷാനവാസ്. 4-ാം സ്ഥാനം അനുമോള് കഴിഞ്ഞ് 4-ാം സ്ഥാനം അനുമോൾക്ക്. 5-ാം സ്ഥാനം നെവിന്. ഓക്കെ, അക്ബർ ഈ പേരിന്റെ കൂട്ടത്തിൽ വന്നിട്ടില്ല. അപ്പൊ നൂറ ഇത് വിശ്വസിക്കുന്നില്ല. അക്ബർ വരും എന്നുള്ളതൊരു കാര്യം, അതാണ് നൂറ വിശ്വസിക്കുന്നത്. അക്ബർ എന്തായാലും ഉണ്ടാകും, അതാണ് നൂറയുടെ ഒരു വിശ്വാസം. അനുമോള് 4-ാം സ്ഥാനം, അതും നൂറയ്ക്ക് വിശ്വാസമില്ല. നൂറ ഉറപ്പിച്ചു വെച്ചിട്ടേക്കുവാണ് അനുമോൾ 1-ാം സ്ഥാനത്താണെന്ന് നൂറ ഉറപ്പിച്ചു. കാരണം കപ്പിന്റെ കാര്യത്തിലാണ്. കാരണമുണ്ട്. ഈ പറഞ്ഞ ഒന്നീല് പറയുന്ന മറ്റു കുറച്ച് എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അതായത് ബിഗ് ബോസ് ഹൗസിന് പുറത്ത് ഒരുപാട് പേരുടെ കമന്റ്സ് ഉണ്ടായിരുന്നു. ഈ ഷാനവാസിന്റെ ആ ഒരു ഇഷ്യൂ ഉണ്ടായ സമയമുണ്ടല്ലോ, ആ പാലെടുത്ത് വലിച്ചെറിയുന്ന ആ ഒരു സീനകത്ത് 3 പേര്, അക്ബർ, ആര്യൻ, നെവിൻ, ഇവര് 3 പേരും ഒന്നിച്ച് കുറ്റക്കാരനാകുന്നുണ്ട്. അപ്പം നെവിന്റെ കുറച്ച് ഫാൻസ് ഉണ്ടായിരുന്നു. അതൊരു എക്സാമ്പിൾ പോലെയാണ് പറയുന്നത്. ആ നെവിന്റെ ഫാൻസ് ഈ ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഷാനവാസിനോട് ഒരു ക്രൂരത കാണിച്ചത് കണ്ടപ്പോഴത്തേക്കും നെവിന്റെ ഫാൻസ് എല്ലാം കൂടെ കയറി സാബുമാന് വോട്ട് കൊടുത്തു. അപ്പം നെവിന് വോട്ട് കുറഞ്ഞു, അപ്പോ സാബുമാന് വോട്ട് കൂടി. അതേപോലെ തന്നെ ആര്യന്റെ നിലനിൽപ്പും അവിടെ താളം തെറ്റി. അപ്പൊ ഈ പറയുന്ന നെവിനും ആര്യനും, അതിൽ നെവിൻ എവിക്റ്റായി. അങ്ങനെയാണ് നെവിൻ ആ ആഴ്ച എവിക്റ്റ് ആകുന്നത്. അപ്പൊ നെവിനല്ല, ആര്യന് താളം തെറ്റി. അതുപോലെ തന്നെ ആര്യൻ എവിക്റ്റായി. അപ്പോൾ ഇത് ഒന്നീല് പറയുന്നത് കേട്ടിട്ട് നൂറ പെട്ടെന്ന് ആര്യൻ എവിക്റ്റ് ആയത് വിശ്വസിക്കാൻ പറ്റിയില്ല, അയ്യോ അതൊരു അൺഫെയർ ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നീല് പറയുന്നതെന്ന് വെച്ചാല്, ഇവർക്കെന്ന് കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. അവർക്കെന്ന് പറയുമ്പം ഒരു പാവം, നെവിൻ ഒരു പാവമാണ്. പക്ഷേ ഈ ഒരു ഇതിനകത്ത് നെവിൻ അല്ലെങ്കിൽ ആര്യൻ, അവിടെ നെവിനോ ആര്യനോ, അപ്പൊ അങ്ങനെ വോട്ട് മാറുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ ആഴ്ച ഷാനവാസിക്കാടത്ത് അങ്ങനെ കാണിച്ചു. അപ്പം ഇത് ക്രൂവലായി പോയി, ഈ ആഴ്ച ഞാൻ അവന് വോട്ട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പാവത്താൻ എന്ന് കണ്ട അവരുടെ ആ ഒരു വോട്ട്, അത്രയും പാവത്താനായിട്ടുള്ള അടുത്ത ഒരു വ്യക്തി സാബുമാന് വോട്ട് പോയി. സാബുമാൻ അവിടെ നിന്നു. അതുപോലെ തന്നെ ആര്യൻ എവിക്റ്റ് ആയിപ്പോയി. ഇതിങ്ങനെ ക്ലിയർ ആക്കി പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് നെവിനും ഇരിപ്പുണ്ട്. നെവിൻ കൂടുതൽ മറുപടി ഒന്നും പറയുന്നില്ല. നെവിൻ ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലും ഒതുങ്ങി. നെവിന്റെ ബഹളങ്ങളൊന്നും കൂടുതൽ കേൾക്കാനില്ല. അങ്ങനെ പിന്നെ അടുത്ത ഒന്നീല് ഈ പറയുന്ന എഗെയിൻ അക്ബർ എവിക്റ്റ് ആകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നൂറ പറയുന്നുണ്ട്, ഇല്ല എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കലാഭവൻ സരികയും ഇത് സമ്മതിച്ചാണൊക്കെയാണ് ഇരിക്കുന്നത്, തർക്കിക്കുന്നൊന്നുമില്ല. കലാഭവൻ സരികയും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒനീല് വീണ്ടും പറയുന്നുണ്ട്, അക്ബറിന് പുറത്ത് വേറെ നെഗ്ഗായി, ഭയങ്കര നെഗ്ഗാണ് അക്ബറിന്റെ, എന്തോ വേറെ നെഗ്ഗുണ്ട്, അത് നിനക്ക് പുറത്തിറങ്ങിയാലേ അറിയാൻ പറ്റൂ, നിനക്ക് പുറത്തിറങ്ങുമ്പോൾ അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ബാക്കി കാര്യങ്ങളൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ എല്ലാം ഒന്നും പറയുന്നില്ല. അല്ല, ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ, ഇത് പേഴ്സണലി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അനുമോള് 4th പൊസിഷനിലാണ്. അങ്ങനെയെങ്കിൽ
എന്തിനാണ് പിന്നെ ഇവരെല്ലാവരും കൂടെ കച്ചകെട്ടി വന്ന് അനുമോൾക്ക് ഇത്രയും ഡീഗ്രേഡ് കൊടുക്കുന്നത്? അനുമോളെ എവിക്റ്റ് ആക്കി അനുമോൾ 1-ാം സ്ഥാനത്ത് എത്തരുത് അതിന് വേണ്ടിയിട്ടാണോ? അതോ അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണോ? പുറത്തിന് താനൊക്കെ എന്തായാലും അനുമോൾ ഇനി കപ്പെടുത്താലും ശരി അനുമോളെ പറഞ്ഞിട്ടേ ഞാൻ വരുത്തോളൂ എന്ന് പറഞ്ഞു വന്നതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിലും ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാൻ പാകത്തിന് അനുമോൾ ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എന്ത് ക്രിമിനൽ കുറ്റമാണാവോ ചെയ്തത്? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല. പിന്നെ അനുമോൾ ഇതേ സമയം അനുമോൾ അവിടെ ഷാനവാസിന്റെ അടുത്തൊക്കെ, ഷാനവാസ്, ലക്ഷ്മി ഇവരുടെ അടുത്തൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മസ്താനിയൊക്കെ ഉണ്ട്. അപ്പൊ അനുമോള് മസ്താനിയോട് ചോദിക്കുന്നുണ്ട്, എടി എനിക്ക് ഭയങ്കര സൈബർ ബുള്ളിങ് ആയിരിക്കും അല്ലെ, എനിക്കിപ്പോ ആ ഒരു പേടിയുണ്ട്, ഇപ്പൊ പേടി തുടങ്ങി അനുമോൾക്ക്. അപ്പോൾ ഉടനെ മസ്താനി പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയ അത്രയും എന്തായാലും നിനക്ക് കിട്ടില്ല. അപ്പോൾ ഉടനെ അനുമോള് പറയുന്നുണ്ട്, നീ അതിനെന്താ ചെയ്തത്? അപ്പാനി പോയപ്പോ കൈകുട്ടിയതാ, അപ്പാനി പോയപ്പോ കൈകുട്ടിയത് നീ ചെയ്ത തെറ്റ്. പക്ഷെ അതിന് ആര്യൻ അതേ കണക്ക് ആര്യനും കാണിച്ചു. ആര്യൻ ചെയ്തതും തെറ്റ്, നീ ചെയ്തതും തെറ്റ്, അതല്ലേ നീ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം നോർമൽ ആ ഒരു ഗെയിമിന്റെ അതല്ലേ എന്നിങ്ങനെ അനുമോള് ചോദിക്കുകയാണ്. ശരിക്കും അനുമോള് ഏകദേശമൊക്കെ അനുമോള് പാനിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഇനി മേ ബി ഈ പറയുന്ന അക്ബർ എവിക്റ്റ് ആകും എന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. അത് ഒനീലിന്റെ പ്രഡിക്ഷൻ മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ സെർജുക്ക എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു ഉമ്മ ഒരു റിവ്യൂ പറയുന്ന, ഉമ്മയും മോനും മറ്റേ ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ ഈ ഉമ്മ വന്നിട്ട് പെരിയാർ എന്നും പറഞ്ഞ് PR-ന്റെ കാര്യമൊക്കെ എടുത്തിട്ട് പറഞ്ഞ ആ ഉമ്മയുടെ പ്രഡിക്ഷനിൽ ഉമ്മ പറയുന്നതും അനീഷിന് ഫസ്റ്റ് കിട്ടും എന്നാണ്. അതുപോലെ അനുമോള് അവിടെ 3rd ആണ്, ടോപ്പ് 3-ലാണ്. പക്ഷേ അക്ബർ ആണ് എവിക്റ്റ് ആകുന്നത്. ഈ സീസണിൽ 7ന്റെ പണി കിട്ടുന്നത് ആർക്കാന്ന് ചോദിക്കുമ്പം അത് 7ന്റെ പണി കിട്ടുന്നത് അക്ബർ ആണ്. അത് 6-ാം സ്ഥാനത്താണോ 7-ാം സ്ഥാനത്താണോ എന്ന് അറിയാതെ കിടക്കുന്നത് അക്ബർ ആണെന്ന് പറയുന്നുണ്ട്. ഒരു പക്ഷേ ഇന്നും കൂടി ഒരു മിഡ് വീക്ക് എവിക്ഷൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്നോ നാളെയോ ഈ പറയുന്ന 6 പേരിൽ നിന്ന് 5 പേരിലേക്ക് മാറ്റി ഒരാൾ കൂടി പോവുകയാണെങ്കിൽ, അത് അക്ബർ ആണെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾക്ക് അത് ഭയങ്കര നെഗറ്റീവായിരിക്കും. കാരണം അക്ബർ പറയാൻ പോകുന്നത് ആദിലയും അതുപോലെ ഈ പുറത്തു നിന്ന് വന്നവരും ഒക്കെ പറഞ്ഞുണ്ടാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അക്ബർ ആ ഒരു പ്രൊമോയിൽ തന്നെ അക്ബർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അക്ബറിന്റെ അടുത്ത് മിണ്ടാതിരിക്കാൻ ആദിലയ്ക്കും നൂറയ്ക്കും ഉള്ളത് അവരെ 2 പേരെയും അനുമോൾ കൂടെ നിർത്തി അക്ബറിനെതിരെ തിരിച്ചു എന്നൊക്കെയാണ് അക്ബർ ഇപ്പൊ പറയുന്നത്. ആദിലയും നൂറയും ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അക്ബറിനോട് നല്ല കലിപ്പുള്ള ദേഷ്യം, അവർക്ക് തന്നെ അക്ബറിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പൊ അനുമോൾ ഇപ്പം പുറത്തിറങ്ങി ആദിലയും നൂറയും അവരുടെ എപ്പിസോഡ്സ് കണ്ടാൽ പോലും അവർക്ക് മനസ്സിലാകത്തില്ല. കാരണം എന്ന് വെച്ചാൽ, അതായത് അനുമോളുടെ ഭാഗത്ത് എവിടൊക്കെ ശരിയുണ്ട് എവിടൊക്കെ തെറ്റുണ്ടെന്നുള്ളത് പോലും മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം ഈ പറയുന്ന എപ്പിസോഡുകൾക്ക് മുകളിലേക്ക് ആദിലയ്ക്കും നൂറയ്ക്കും വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ ബാക്കിയുള്ളവർ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ ആദില നൂറ ഇവരുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണെങ്കിലും മറ്റെല്ലാമായിട്ടാണെങ്കിലും കുറെ കൂടി ഇപ്പൊ ഉള്ളതിൽ കൂടുതൽ സൈബർ ബുള്ളിങ് കിട്ടാൻ സാധ്യതയുള്ളത് അനുമോൾക്ക് തന്നെയാണ്. കാരണം ഇവര് വന്ന് ഇപ്പൊ ഈ ഒരു നമ്മളിപ്പോ എടുത്തെടുത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റീ എൻട്രി വന്ന് അനുമോൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ട് കിട്ടിയെന്ന് എനിക്ക് തിരിഞ്ഞിട്ടാണ് തോന്നുന്നത്. കാരണം മുമ്പുള്ളതിനേക്കാൾ അങ്ങേയറ്റം ഡീഗ്രേഡിങ് ആണ് ഇപ്പൊ അനുമോൾക്ക് നടക്കുന്നത്. അങ്ങേയറ്റം നെഗറ്റീവ് കമന്റ്സുകളാണ് അനുമോൾക്കുള്ളത്. അപ്പൊ ഉറപ്പായിട്ടും അനുമോൾക്ക് കപ്പ് എന്തായാലും കിട്ടാനുള്ള സാധ്യത ഒട്ടുമില്ല. എനിക്കൊരു 10% അനുമോൾ വിൻ ചെയ്യാനുള്ള ഒരു സാധ്യത, ഞാൻ 10% പറയുന്നുള്ളൂ. അനുമോൾക്ക് ഒരിക്കലും ഇതിനകത്ത് കപ്പ് കിട്ടാൻ സാധ്യതയില്ല. അനീഷായിരിക്കാം ഫസ്റ്റ് വരാൻ പോകുന്നത്, അതിനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നുകിൽ നൂറ സെക്കൻഡ് ആകും. കാരണം നൂറ സെക്കൻഡ് ആകാനുള്ള ഒരു കാരണം ആദില ഔട്ടായി പുറത്തു പോയിട്ടുണ്ട്. ആദിലയ്ക്ക് ഒരു നല്ല എമൗണ്ട് ആയിട്ടുള്ള ഒരു വോട്ട് കിട്ടിയിട്ടുണ്ട്. ആദിലയുടെ കംപ്ലീറ്റ് വോട്ട് ഇനി പോകാൻ പോകുന്നത് നൂറയ്ക്ക് മാത്രമാണ്. ആദിലയുടെ വോട്ട് വേറെ ആരും സ്പ്ലിറ്റ് ചെയ്യില്ല. അപ്പൊ ആദിലയുടെ വോട്ട് മാത്രം മതി നൂറയ്ക്ക് 2nd പൊസിഷനിലേക്കോ അല്ലെങ്കിൽ 1st പൊസിഷനിലേക്കോ എത്താൻ. അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഈ PR-ന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, PR എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 1000-2000 വോട്ടുകളൊക്കെ മറിക്കാൻ പറ്റൂ. കുറച്ച് പേരെ ക്യാൻവാസ് ചെയ്യാം, സ്കൂളുകളിലോ കോളേജിലോ ഒക്കെ പോയി ക്യാൻവാസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിനപ്പുറം വലിയൊരു ലക്ഷങ്ങളുടെ വോട്ടുകളൊന്നും കിട്ടില്ല. പക്ഷെ നൂറയ്ക്ക് ഓൾറെഡി ഉള്ളതിന്റെ ഒരു ഡബിൾ വോട്ട് ഇപ്പൊ കിട്ടും ആദില വഴി. അങ്ങനെ നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും അനുമോൾ എന്തായാലും ആ ഒരു പൊസിഷനിൽ വരില്ല. അനുമോളെക്കാൾ മുകളിൽ വരാൻ പോകുന്നത് നൂറയും ആയിരിക്കാം. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെയാണ് എന്ന് എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷനിൽ ഇനിയും എന്തിനാണോ എന്തോ ഇവർ ഇങ്ങനെ ഇട്ട് ഡീഗ്രേഡ് ചെയ്ത് അനുമോൾക്ക് കപ്പ് കിട്ടാൻ പോകുന്നില്ല, എന്നാ പിന്നെ ആ വഴിക്ക് വെറുതെ വിട്ടൂടെ, അവരെന്തായാലും ജയിക്കില്ലല്ലോ, അങ്ങനെയെങ്കിലും കരുതിക്കൂടെ. ഏതായാലും ശരി, ഇപ്പൊ ഒനീൽ പറഞ്ഞ പ്രഡിക്ഷനും അതുപോലെ തന്നെ ലൈവിൽ നടക്കുന്ന സംഭവങ്ങളും ഒക്കെ ഇപ്പൊ കണ്ടിട്ട്
മിക്കവാറും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാൻ ഇനി അധിക സമയമൊന്നുമില്ല. അത് മാത്രമല്ല, ഇനി ആ കൂടി ഒരു 24 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ പറയുന്ന ഫിനാലെ വേദിയിലേക്ക് എല്ലാവരും പോകുന്ന ദിവസം കൂടിയാകും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ പോയി വരാം. ബൈ.